ഉടമ്പടി നടത്തുന്നത് ക്രിസ്തുവാണ്. പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനാണ് ക്രിസ്തു. ക്രിസ്തു യേശു എന്ന മഹാപുരോഹിതനിലൂടെ ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ ഒന്നാക്കുകയാണ് ഈ ഉടമ്പടിയുടെ ലക്ഷ്യം. ഇത് നടത്തപ്പെട്ടിരിക്കുന്നത് കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെയാണ്. ഈ ക്രൂശിലെ ശുശ്രൂഷയിൽ എന്താണ് സംഭവിക്കുന്നത്? ഇവരെ തമ്മിൽ ഒന്നാക്കണമെങ്കിൽ പിശാചിനെ ഒഴിവാക്കണം, അവനെ തോൽപ്പിക്കണം. അതിനുവേണ്ടി യേശു ക്രിസ്തു എന്താ ചെയ്തെന്നറിയാമോ? ഇവരെ തമ്മിൽ ഒന്നാക്കാൻ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. കൊളോസ്യ ലേഖനം 2-ാം അധ്യായം 13-14 വാക്യങ്ങൾ നമുക്കിവിടെ താഴേക്ക് വായിക്കുമ്പോൾ കാണാൻ പറ്റും. ക്രൂശിൽ വെച്ച് അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവരെ പരസ്യമായി കാഴ്ചയാക്കി ജയ ഉത്സവം കൊണ്ടാടി. കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിനൊരു പേരുണ്ട്, ബ്ലഡ് ഓഫ് ദ കവണന്റ്. ഈ ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ കൂട്ടിയോജിപ്പിക്കുവാൻ തക്കവണ്ണം ഞാൻ ചൊരിഞ്ഞ രക്തം. മാർക്കോസ് സുവിശേഷം 14-ാം അധ്യായം 24-ാം വാക്യം വായിക്കുമ്പോൾ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ചൊരിയാൻ പോകുന്ന രക്തത്തെ കുറിച്ച് ആ തിരുവത്താഴ ശുശ്രൂഷയുടെ ആ സമയത്ത്, ഒടുക്കത്തെ അത്താഴത്തിന്റെ സമയത്ത് പറയുന്ന ഒരു വാക്യം നമുക്ക് കേൾക്കാം. ആ വീഞ്ഞെടുത്തിട്ട് പറയാണ്, ഇത് അനേകർക്ക് വേണ്ടി ചൊരിയുന്നതായ നിയമത്തിനുള്ള എന്റെ രക്തം, ബ്ലഡ് ഓഫ് ദ കവണന്റ്. യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി. ആ രക്തത്താലാണ് നാം നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ കുടുക്കിൽ നിന്ന്, പാപത്തിൽ നിന്ന്, ഈ ലോകത്തിന്റെ പിടിയിൽ നിന്ന്, മരണത്തിന്റെ പിടിയിൽ നിന്ന്, പിശാചിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. പാപത്തിൽ നിന്ന് വിടുവിക്കുന്നതിന്റെ ഉദ്ദേശം പുതിയ ഉടമ്പടി ഇവന്റെ ജീവിതത്തിൽ സ്ഥാപിതമാക്കാനാണ് ഇവനെ പാപത്തിൽ നിന്ന് വിടുവിക്കുന്നത്. യേശു മീഡിയേറ്ററായി നിന്നുകൊണ്ട് നമ്മളെ സ്വർഗീയ പിതാവുമായി നിരപ്പിപ്പാൻ കാൽവരി ക്രൂശ് യാഗമായ നമ്മളെടുത്ത മാനസാന്തരത്തിന്റെ ഉടമ്പടി നമ്മളെ ഭാവിയിൽ ക്രിസ്തുവിൽ സ്വർഗീയ പിതാവുമായി ഒരുമിച്ച് ജീവിപ്പാൻ ഒരുക്കിയെടുക്കുന്നു. അതാണ് പുതിയ ഉടമ്പടി. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ശത്രുത്വം ഇല്ലാതെയാക്കി. ഇതാണ് 1 തെസ്സലോനിക്കർ 5:9-10 വാക്യങ്ങൾ പറയുന്നത്. ദൈവം നമ്മെ കോപത്തിനല്ല വിളിച്ചിരിക്കുന്നത്, നാം ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും തന്നോട് ദൈവത്തോടു കൂടെ ജീവിക്കേണ്ടതിന്. ഇതാണ് പുതിയ ഉടമ്പടി. ദൈവത്തോടു കൂടെ ജീവിക്കേണ്ടതിന് ക്രിസ്തു മുഖാന്തരം കാൽവരിയിൽ ചൊരിഞ്ഞ രക്തം, ബ്ലഡ് ഓഫ് ദ കവണന്റ് മുഖാന്തരം താനുമായി ഒന്നാകേണ്ടതിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. തന്റെ മകനെ ഭൂമിയിലേക്ക് അയക്കുകയാണ്. മനുഷ്യരോട് പറയുകയാണ്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മറ്റേ രീതിയിൽ പറഞ്ഞാൽ ദൈവം നിന്നോടുകൂടെ ഒരുമിച്ച് ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു, അതിന്റെ കാലം ആയിരിക്കുന്നു. യോഹന്നാൻ 17:23, 21, 11, 1 തിമോത്തി 2:5 അവിടെ എല്ലാം പറയുന്നത് ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും കൂടെ ഞങ്ങളിൽ ഒന്നായി തീരണം. ഇതാണ് നിരപ്പിന്റെ ശുശ്രൂഷ, മിനിസ്ട്രി ഓഫ് റീകൺസിലിയേഷൻ. ആ മിനിസ്ട്രി ഓഫ് റീകൺസിലിയേഷൻ ആണ് പുതിയ ഉടമ്പടിയെ സ്ഥാപിതമാക്കുന്നത്. ദൈവത്തിന്റെ വചനം 2 കൊരിന്ത്യർ 5:19-20 അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നു? ദൈവം ലോകത്തിന്റെ മനുഷ്യരുടെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു. ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ നിരപ്പിക്കാൻ 2 ഭാഗങ്ങൾ ഇതേപോലെയുണ്ട്. 1 ദൈവത്തോടുള്ള മാനസാന്തരം മനുഷ്യന്റെ. 2 അതിലേക്ക് മനുഷ്യൻ എത്തിച്ചേരാൻ യേശു കർത്താവിലുള്ള വിശ്വാസം. അപ്പോസ്തലർ പ്രവൃത്തി 20:21 ദൈവദാസന്മാർ സുവിശേഷം അറിയിക്കുമ്പോൾ അവരാദ്യം അറിയിക്കുന്നത് ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരവും, രണ്ടാമതാണ് അറിയിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുവിലുള്ള വിശ്വാസവും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഞാൻ നല്ല ഓട്ടം ഓടണം, വിശ്വാസം കാക്കണം, ഇത് വിട്ടുകളയരുത്, ഇത് മുറുകെ പിടിച്ചോളണം അന്ത്യത്തോളം. സ്വർഗീയ പിതാവുമായി നമ്മൾ എങ്ങനെയാ ഒന്നാകണേ? യേശു ക്രിസ്തുവിലൂടെയാണ് ഒന്നാകുന്നത്. യേശു നമ്മളെ അംഗീകരിച്ചാൽ സ്വർഗീയ പിതാവുമായി ഒന്നായി. യേശു നമ്മളെ തുപ്പിയാൽ ഞാൻ ഒരു കാലത്തും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോ എന്ന് പറഞ്ഞാൽ ആ കവണന്റ് നടക്കത്തില്ല. പകരം യേശു നമ്മളെ സ്വീകരിച്ചാൽ ആ കവണന്റ് സാധ്യമാകും. ഇതാണ് പുതിയ ഉടമ്പടി.